അനാർക്കലി മരക്കാറ് കഴിഞ്ഞ ദിവസം പാപ്പരാസികളുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നല്ലോ. പാപ്പരാസികളെ കൊണ്ട് ബുദ്ധിമുട്ടില്ല, അതൊരു മോശം കൾച്ചറാണെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അതൊരു മോശം കൾച്ചറാണ് എന്ന് പലരും, പല നടികളും, നടന്മാരും, അഭിനേത്രികളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വെക്കുന്ന ക്യാമറ ആംഗിൾ ആയിക്കോട്ടെ, അവർ ഉപയോഗിക്കുന്ന ഹെഡിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് സ്ലോ മോഷനിലാക്കുക, അങ്ങനത്തെ കുറേ വൾഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള മെസ്സേജ് ഓഡിയൻസിന് കൊടുക്കുന്നു. അപ്പം ഇതിനെതിരെ കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ട്, ഈ കൾച്ചർ മാറണം എന്ന് പറയുന്നുണ്ട്. ഈ അടുത്താണ് ഇപ്പൊ ഇത്രയും ഓൺലൈൻ മീഡിയാസും പപ്രാസികളും ഈ നടന്മാരും നടിമാരും വന്ന് ഇറങ്ങുമ്പോഴും ഇല്ലെങ്കിൽ ഒരു ഇവന്റ് കവർ ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതിൽ നമുക്ക് തന്നെ അറിയാം, ചില നടിമാരുടെ ഇരിക്കുന്നതിന്റെ നിൽക്കുന്നതിന്റെ ഒക്കെ പല ക്യാമറ ആംഗിൾ എത്രത്തോളം വൾഗറാണ്. അത് അവരെ മാനസികമായിട്ട് ഭയങ്കരമായി ബാധിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് പലയിടത്ത് ചെന്നിട്ട് ഇങ്ങനെ ആയിരുന്നില്ല നമ്മളുണ്ടായിരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു മോബ്, ഒരു കൂട്ടം ആളുകളാണ് പിന്നെ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്ര അറ്റാക്ക് ഇവരെ മാനസികമായി ഭയങ്കര ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അടുത്തിടെ നവ്യ നായർ ഇതൊക്കെട്ടല്ല, പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നവ്യ നായർ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ല എന്നുള്ളതിന് ഉത്തരം പറഞ്ഞത്, ചെയ്യാത്തൊരു കാര്യത്തിന് വലിയൊരു കൂട്ടം ആളുകൾ വന്ന് വീട്ടിലുള്ളവരെ അടക്കം ചീത്ത പറഞ്ഞ് അത് എടുക്കാൻ പറ്റാത്തൊരു മെന്റൽ പ്രഷറിലേക്ക് മാറി. അപ്പൊ എനിക്ക് ഓരോരുത്തരുടെ അടുത്തും ചെന്നിട്ട് ഞാൻ ഇതല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു എനിക്കുള്ള ഓപ്ഷൻ എന്നായിരുന്നു നവ്യ നായർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പം അത്തരത്തിൽ നമ്മളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഈ കൾച്ചർ മാറണമെന്ന് വാദിക്കുന്ന ഒരാളുള്ളപ്പോഴാണ് അനാർക്കലി മരക്കാർ എന്ന് പറയുന്നത് പാപ്പരാസി കൾച്ചർ ബുദ്ധിമുട്ടല്ല എന്ന്. അവർക്ക് ഇതുവരെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ലായിരിക്കും. അതിന്റെ കൂടെ അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമേന്റെ PR ടീം തന്നെയായിരിക്കാം ഇത്തരം ആളുകളെ വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പിന്നെ അവർ ബുദ്ധിമുട്ടായിരുന്നു എന്ന് നമ്മൾ പറയുക എന്നുള്ളത്. പക്ഷെ PR ടീം വിളിച്ചു വരുന്നതാണെങ്കിലും ഒരാളുടെ പ്രൈവസി ഉണ്ട്, ഒരാളുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട്, ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ഇതിനകത്തേക്ക് എത്രത്തോളം കടന്നു വരാൻ പറ്റും ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് എത്രത്തോളം കടന്നു വരാൻ പറ്റും എന്നൊക്കെയുള്ളത് ഈ പാപ്പരാസി ജോലി ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം നമ്മൾ ഈ പാപ്പരാസി കൾച്ചറിനെ കുറിച്ച് പറയുമ്പം മലയാളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയിൽ ഈ പാപ്പരാസി കൾച്ചർ ഇപ്പോൾ വന്നിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതും ഇത് വലിയ രീതിയിലേക്ക് പാപ്പരാസി കൾച്ചർ വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോഴും ഈ ബോളിവുഡിനെ അല്ലെങ്കിൽ ഹോളിവുഡിനെയൊക്കെ നോക്കുമ്പോൾ ആ രീതിയിലേക്കൊന്നും വളർന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ എന്തുകൊണ്ട് ഇവിടെ പാപ്പരാസി കൾച്ചർ, ഇപ്പം അനാർക്കലി മരക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരം വീഡിയോകൾ കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം എന്നുള്ളതാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, ഈ വീഡിയോസിനൊക്കെ കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരുപാട് വ്യൂ ആണ്, മില്യൺ വ്യൂ. അതെ, അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് കമന്റ്സ് അതിൽ വരുന്നുണ്ട്. അപ്പം ഈ സെലിബ്രിറ്റീസ് തന്നെ ഈ പപ്പരാസികൾ ഇടുന്ന പല ക്യാപ്ഷനുകളും അവര് തന്നെ ഇപ്പൊ പറയും, ഞങ്ങൾ ചോറ് കഴിച്ചു, നടന്നത് സാധാരണക്കാരെ പോലെ റോഡ് ക്രോസ് ചെയ്തു. ലൈക്ക് ഇത്തരത്തിലുള്ള കമന്റുകൾ മനഃപൂർവ്വം അല്ലെങ്കിൽ ക്യാപ്ഷനുകൾ മനഃപൂർവ്വമാണ് അവരിടുന്നത്. ഈ പാപ്പരാസി കൾച്ചർ PR ടീം തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് അവർ വരുന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, അനാർക്കലി അതവിടെ പറഞ്ഞു വെക്കുമ്പോൾ അവിടെ നമുക്ക് ഇത്തരം പാപ്പരാസി കൾച്ചറുകൾ ഉണ്ടാകേണ്ടതുണ്ടോ ഒരു സിനിമയുടെ വിജയത്തിന് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് ഇന്നും ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരുപാട് സിനിമാ പ്രേമികൾ വിശ്വസിക്കുന്നത് പറയുന്നത്, നല്ലൊരു സിനിമ അത് വിജയിക്കാൻ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പപ്രാസി കൾച്ചറുകളും നമ്മൾ കഷ്ടപ്പെട്ട് അഡാപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് എനിക്ക് ഉള്ള ഒരു പോയിന്റ്. കാരണം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരുപാട് സിനിമകൾ വിജയിച്ചിട്ടുണ്ട്, അത് നമ്മൾ നേരിട്ട് കണ്ടതുമാണ്. അപ്പോൾ ഇപ്പം ക്രിസ്റ്റീന നേരത്തെ പറഞ്ഞതുപോലെ ഓരോ താരങ്ങളുടെയും അവരാഗ്രഹിക്കുന്ന ഒരു പ്രൈവസി ഉണ്ട്. അപ്പൊ അതിലേക്കാണ് കടന്നു കയറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടൻ ഉണ്ണി മുകുന്ദൻ, അപ്പൊ ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാള് ക്യാമറയായിട്ട് ഉണ്ണി മുകുന്ദൻ സ്റ്റാർട്ട് ചെയ്യുന്നോട്ടിട്ട് എൻഡ് ചെയ്യുന്ന വരെ അത്രയും ക്യാമറ അദ്ദേഹത്തെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പൊ അതെന്നൊക്കെ പറയുന്നത് ആ ഒരു നടൻ, അതിപ്പോ ആരാണെങ്കിലും ആയിക്കോട്ടെ, ഉണ്ണിമുകുന്ദൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് നടനായിക്കോട്ടെ, അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഫോൺ ഉണ്ണിമുകുന്ദൻ ആളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഈ താരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് താരങ്ങൾ മനുഷ്യരാണ്, അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ഉണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അപ്പം ഇപ്പൊ അനാർക്കലി മരക്കാർ പറയുന്നത് ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് PR തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവർ അവിടെ മാത്രമല്ല ഉണ്ടാവുന്നത്,
സിനിമയുടെ ഭാഗങ്ങളിലായിട്ട് മാത്രമല്ല ഇവരിപ്പോൾ ഉണ്ടാകുന്നത്, താരങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇവരും എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അവര് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അവിടെയും ഉണ്ടാകും, അല്ലെങ്കിൽ അവരൊരു പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അപ്പം അതിൻ്റെയും ക്യാപ്ഷൻ ഉണ്ടാവും, സാധാരണക്കാരെ പോലെ സാധനങ്ങൾ വാങ്ങി നടി അല്ലെങ്കിൽ നടൻ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളുടെ മറ്റേതൊരു ഇൻഡസ്ട്രിയെയും നോക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ താരങ്ങൾക്ക് ഒരു അവരെ എന്താ പറയാ, നമ്മൾ അവരെ അങ്ങനെ കടന്നാക്രമിച്ച് അവരുടെ പിന്നാലെ എപ്പോഴും പോയി അങ്ങനെയുള്ളൊരു ശീലം നമുക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ പാപ്പരാസികൾ വന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ എനിക്ക് തോന്നുന്നു കോവിഡിനൊക്കെ ശേഷമാണ് ഈ ഒരു കൾച്ചർ വല്ലാതെ അങ്ങ് കൂടിയത്. അപ്പം ചില താരങ്ങൾ അത് എൻജോയ് ചെയ്യുമ്പോൾ മറ്റു ചില താരങ്ങൾ അതിനോട് ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പം ഒരുപാട് നമുക്കറിയാം ഈ പ്രമോഷൻ ഇന്റർവ്യൂസൊക്കെ ചെയ്യാൻ താല്പര്യമില്ലാതായി പോകുന്ന താരങ്ങളുണ്ട്. കാരണം സിനിമയുടെ ചോദ്യങ്ങളാണോ ഇവർ ചോദിക്കുന്നത് എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണോ, എന്താണ് സത്യത്തിൽ ഇന്റർവ്യൂ എന്ന രീതിയിലൂടെ നടക്കുന്നത്, അതിലെ ചോദ്യങ്ങൾ എന്താണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലീശേ ചോദ്യങ്ങൾക്ക് ഒരു വിരസത അല്ലെങ്കിൽ വളരെ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പം അനാർക്കലി മരക്കാർ എനിക്ക് തോന്നുന്നു അവിടെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരുപാട് ആളുകൾ ഈ ഒരു പപ്പരാസി കൾച്ചറിനെ വിമർശിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്തരം പപ്പരാസി കൾച്ചറുകൾ വളർത്തേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ഈ പാപ്പരാസി കൾച്ചർ അത് സിനിമയുടെ വിജയത്തിന് ഗുണകരമാണോ എന്ന് അല്ലെങ്കിൽ PR ടീം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, OTT-യിൽ ചില സിനിമകൾ വരും, തിയേറ്ററിലല്ലാതെ OTT-യിൽ വരുന്ന സിനിമകൾ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, സക്സസ് ആവുന്ന സിനിമകളുണ്ട്. അതെല്ലാം ഒരു മൗത്ത് പബ്ലിസിറ്റീസിന്റെ ഭാഗമായിട്ടും റിവ്യൂസ് വരുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ തിയേറ്ററിൽ അടുത്തിടെ വിജയിച്ച സിനിമകൾ, എനിക്ക് തോന്നുന്നു എക്കോയൊക്കെയുള്ള മൂവിയൊന്നും അധികം പ്രൊമോഷൻസ് കൊടുത്തില്ല, അതിന് അധികം ഇന്റർവ്യൂകൾ അവർ കൊടുത്തിട്ടില്ല. നമ്മൾ അതൊക്കെ കാണാൻ പോകുന്ന കിഷ്കിന്ദകാന്ഡൻ ടീം ഒരു സിനിമ നെക്സ്റ്റ് ടീം സിനിമ ഇറക്കുന്നു, നമ്മളത് ആ ഒരു ഹോപ്പിൽ പോകുന്നു. ആ സിനിമേന്റെ മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു അത് വിജയിക്കാനുള്ള ഒരു പ്രധാന കാരണം. അതിനുശേഷമാണ് അവര് ഇന്റർവ്യൂസ് കൊടുത്തു തുടങ്ങിയത്. അങ്ങനത്തെ ഒരു കൾച്ചറിലേക്കും ഇപ്പോൾ നടന്മാര് അല്ലെങ്കിൽ സിനിമയുടെ സംവിധായകരും ടീമും എത്തുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അവരൊരു ചെയ്ത വർക്കിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് ഓഡിയൻസ് എടുക്കും എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ പാപ്പരാസികളെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത, അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നു, ക്രെഡിബിലിറ്റി ഇല്ലാത്ത കുറെ ആളുകൾ തുമ്പും വാലും മുറിച്ചും അത് ഇതും സ്ലോ മോഷനിൽ ചെയ്ത് വെച്ച് കെട്ടിയിട്ട് ഒരു റീൽ ഇറക്കി ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രൊമോഷനേക്കാളിലും ഏറ്റവും നല്ലത് മൗത്ത് പബ്ലിസിറ്റിയിൽ സിനിമകൾ വിജയിക്കുക. അങ്ങനെ തന്നെയാണ് എല്ലാ സിനിമകളും വിജയിച്ചിട്ടുള്ളത്. ഏത് PR വർക്കിലും സിനിമ പൊട്ടും. ഒരു ദിവസം 2 ദിവസം കൊണ്ടോ PR വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് PR വർക്ക് ഭയങ്കര ഹൈ ആയി കൊടുത്ത സിനിമകൾ വരെ നല്ല രീതിയിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ആളുകളുടെ മൗത്ത് പബ്ലിസിറ്റിയാണ് ആളുകൾ കാണുന്നതിന്റെ നമ്മുടെ മലയാളി ഓഡിയൻസിൻ സിനിമകൾ കാണുന്നതിനെയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെയും അതിനെ അംഗീകരിക്കുന്നതൊക്കെ നിലവാരം കൂടുതലാണ്. വെറുതെ വിമർശിക്കാനായിട്ട് വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇകഴ്ത്തി പറയോ പുകഴ്ത്തി പറയോ, അത് ഏത് നടനാണെങ്കിലും. ഇപ്പൊ നമുക്കറിയാം, മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഒരു സിനിമയിൽ വിജയിച്ചു അഭിനയിച്ചു എന്നതുകൊണ്ട് ആ സിനിമ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞ് മലയാളികൾ ഏറ്റെടുക്കാറില്ല. നമ്മൾക്ക് താരത്തിനപ്പുറത്തേക്ക് സിനിമയും സിനിമയുടെ ക്യാമറയും കഥാപാത്രങ്ങളും ഒക്കെ വരുമ്പോഴാണ് മലയാളികൾ അത് കുറച്ചും കൂടി ഏറ്റെടുക്കുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് മെയിൻ നടന്മാരൊന്നും ഇല്ലാത്ത സിനിമകൾ സക്സസ് ആയി പോകുന്ന അങ്ങനത്തെ സിനിമകളും മലയാളികൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ പാപ്പരാസി കൾച്ചർ കൊണ്ട് മാത്രം ഒരു സിനിമ വിജയിക്കും, അതും അനാർക്കലി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് സിനിമയ്ക്ക് എന്ത് ഗുണമുണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു ചർച്ചയാണുള്ളത്. അപ്പം കൂടുതൽ ഓഡിയൻസിലേക്ക് കിട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം, മനുഷ്യ പറഞ്ഞ പോലെ കൂടുതൽ. കാരണം അത്രയും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ സിനിമകൾ ആളുകളിലേക്ക് എത്തുന്നു. കാരണം ഒരു 1 മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചിലപ്പോൾ സീരിയസ് ആയിരുന്ന ആളുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു 2000-3000 പേരായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ ഇത്തരം വീഡിയോ അറ്റവും മുറിയും വെച്ച് കാണുമ്പോൾ നമ്മുടെ റീൽ കൾച്ചറും ഷോർട്ട് കൾച്ചറിന്റെ ഒക്കെ ഭാഗമായിട്ട് അത് കുറച്ചും കൂടെ റീച്ചിലേക്ക് എത്തുന്നു. അത് ശരിയാണ്, സിനിമ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എത്തുന്നുണ്ട്. അതുപോലെ അത്തരം കണ്ടന്റ് നമ്മുടെ ഓഡിയൻസ് എടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളെല്ലാവരും ഇപ്പൊ മീഡിയയിൽ അടങ്ങുന്ന നമ്മളെല്ലാവരും എന്ത് കണ്ടന്റ് ഓഡിയൻസിലേക്ക് എത്തിക്കണം, നമുക്ക് അതിനകത്ത് ഫിൽറ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളും കൂടെ ആലോചിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏത് കണ്ടന്റ് കൊടുക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടി എല്ലാവർക്കും ഒരു പ്രഷർ കിട്ടുന്ന ഒരു കാലത്തും കൂടെ നമ്മളെല്ലാവരും ഉള്ളത്. അപ്പം കുറച്ചും കൂടെ സീരിയസ് കണ്ടന്റ് കൊടുക്കുമ്പോൾ അത് ഓഡിയൻസിന് കേൾക്കാൻ, എടുക്കാൻ
മടിയുണ്ട് എന്ന് അനാർക്കലി പറഞ്ഞു നോക്കുമ്പോൾ അതൊരു സത്യം തന്നെയാണ്. ഇങ്ങനെ വന്നിരുന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമയുടെ ചരിത്രവും അല്ലെങ്കിൽ ഈ സിനിമയിൽ എന്തുകൊണ്ട് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റീച്ച് ആവുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്താണ് ഇഷ്ടപ്പെട്ട കളർ, ഏതാണ് ചായ കുടിക്കുന്നത്, ചായയാണോ കോഫിയാണോ രാവിലെ കുടിക്കുക എന്ന് ചോദിക്കുന്ന വീഡിയോയ്ക്കാണ് കൂടുതൽ വ്യൂ വരുന്നത്. അപ്പം എനിക്കൊന്ന് സാധാരണക്കാരിലേക്ക് ഇപ്പം ഇവർ പറഞ്ഞ പോലെ തന്നെ PR വർക്കിന്റെ ഭാഗമായിട്ട് ഒരു റീലിന്റെ ഷോർട്സിന്റെ പിൻബലത്തിൽ ഈ വീഡിയോ റീച്ച് ആവുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഗുണമുണ്ട് എന്നുള്ളതും അത് ഒരാളുടെ പ്രൈവസീനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ സിനിമയുടെ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ PR വർക്കുകൾ PR ടീം തന്നെയാണ് ഇത്തരം പപ്പരാസികളെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതി. അപ്പൊ നമുക്ക് ഈ സിനിമയുടെ ഒരു രീതി നമുക്ക് മാറ്റി നിർത്തുകയാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും കൂടി ഈ പാപ്പരാസികൾ ഉണ്ടാവും. കാരണം ഇപ്പൊ അവരൊരു ജിമ്മിൽ വർക്കൗട്ടിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ, അതും അല്ലെങ്കിൽ അവര് തന്നെ ഒന്ന് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള അവരുടെ തീർത്തും ഒരു പ്രൈവസി അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ കടന്നു ചെല്ലുമ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇവിടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയിൽ അത്തരം ഒരു കൾച്ചർ ഇതിന് മുൻപ് ഇത്ര അധികം ഇല്ലായിരുന്നു. ഇപ്പം അത് വലിയ രീതിയിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം പല ആക്ടുകളും ഇതല്ല, അവരെന്താണോ ചെയ്തത് അത് പുറത്തു വരാതെ അതിനെ മറ്റൊരു രീതിയിലേക്ക് ആക്കി വളച്ചൊടിച്ച് വലിയൊരു ചർച്ചയായി അത് ആ ഒരു താരത്തെ തന്നെ അല്ലെങ്കിൽ വളരെ മോശമായി ചിത്രീകരിക്കാൻ അത്തരം വീഡിയോകൾ അതിന് കാരണമായി മാറുന്നു എന്നുള്ള ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഷൈനികം കാലിൽ തോണ്ടിയിട്ട് ഒരു കുട്ടി ഹായ് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം ഷൈനികം മാറി നിൽക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ താഴത്ത് അത് എഡിറ്റ് ചെയ്തവർക്ക് നന്ദി ഉണ്ടെന്നും പറഞ്ഞ് ഷൈനികം തന്നെ പിന്നെ അതേ തന്നെ സിനിമന്റെ പ്രൊമോഷൻ പറയുന്നുണ്ട്. ഇദ്ദേഹം കുട്ടീനെ ഹായ് കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് പിന്നെ മാറിയിരിക്കുന്നത്. പക്ഷെ കുട്ടി കാലിൽ തോണ്ടുന്നതും ഷൈൻ മാറി നിൽക്കുന്നതും മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര നെഗറ്റീവ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് വീഡിയോകളെ മുറിച്ച് അല്ലെങ്കിൽ ഒരു തെറ്റായ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് ഈ പാപ്പരാസി കൾച്ചറിൽ ഇപ്പൊ വളരെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾക്ക് റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ പാപ്പരാസി കൾച്ചറുകൾ ഒരിക്കലും എനിക്കതൊരു നല്ലതായിട്ട് തോന്നുന്നില്ല. അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടുന്ന ഒന്നാണെന്ന് തോന്നുന്നില്ല. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.